നമ്മുടെ വിദേശത്തൊക്കെ ലക്ഷങ്ങൾ വരെയുള്ള സാധനമാണ്. നമ്മുടെ നാട്ടിലായതുകൊണ്ടാണ് ഇതിന് വിലയില്ല. അതുകൊണ്ട് ഈ വരുന്നത് കണ്ടോ, അത് തടിമരമാണ്. തടിമരം, കട്ടമരം എന്നൊക്കെ പറയും ഇവിടെ. ഇതിനകത്ത് കൊണ്ടുവരുന്നത് ലോബ്സ്റ്ററാട്ടോ. ഇപ്പോൾ 3 ദിവസം കൊണ്ട് ഇട്ടിരുന്ന വലയാണ്. അതിനകത്ത് കുറച്ചൊക്കെ ചത്തുപോയി. ജീവനോടെ കിട്ടണം ഇതിന്. ഈ വള്ളം ഈ കരയ്ക്കോട്ട് അടുപ്പിക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. സൂക്ഷിച്ച് കൊണ്ടുവന്നില്ലെങ്കിൽ അപ്പുറത്തെ മറ്റേ മുട്ടിറക്കിയിട്ടുണ്ട് കല്ല്, അതിനകത്തൊക്കെ തട്ടിക്കുന്നു വെള്ളം. എക്സ്പോർട്ട് ചെയ്യുന്ന സാധനമാണ്. ജീവനോടെ നമ്മളിപ്പോൾ അഴീക്കൽ ഹാർബറിൽ കൊണ്ടു കൊടുത്തിട്ട് അവിടുന്ന് മറ്റുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനമാണ്. റാളെന്ന് പറയും. പിന്നെ ലോബ്സ്റ്റർ എന്നാണ് ഇതിൻ്റെ ഒറിജിനൽ പേര്. എന്തുകൊണ്ടാ റാളം? അപ്പോൾ ഇതിനെ ഇനി അങ്ങ് അറവാനക്കകത്ത് കയറ്റി വീട്ടിൽ കൊണ്ടുപോവുകയാണേ. നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാനിത് അഴിച്ച് കാണിക്കാം നല്ലതുപോലെ. മൊത്തം ജീവനുള്ളതാണോ? ഇതെല്ലാം വൃത്തിയാക്കി അഴുകി കൊണ്ടുപോകണം. വൃത്തിയാക്കണ്ട കേട്ടോ, ഇങ്ങനെ കൊണ്ടുപോകുന്നു. ചാക്കിനകത്ത് കയറുന്നതിനല്ല ഇങ്ങനെ കൊണ്ടുപോകുന്നതായിരിക്കും. എന്താണെന്നറിയാം, ഇനി ചാക്കി തട്ടിയിടുമ്പോൾ വീണ്ടും നമ്മുടെ വിദേശത്തൊക്കെ ലക്ഷങ്ങൾ വരെയുള്ള സാധനമാണ്. നമ്മുടെ നാട്ടിലായതുകൊണ്ടാണ് ഇതിന് വിലയില്ലാത്തത്. ഇവിടെ 1700 രൂപയല്ലേ ഉള്ളു. അത് നിങ്ങൾ കൊടുക്കുന്ന വിലയല്ലേ, ഹോൾസെയിൽ റേറ്റ്. നമുക്ക് റാള് തോടെ ഇതുണ്ട്, ലോബ്സ്റ്ററാണ്. ഇപ്പോൾ നമ്മൾ കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന സാധനം ജീവനുണ്ട്. ഇതുണ്ട്, ഇത് കിലോ 1700 രൂപ വിലയുണ്ട്. ഹോൾസെയിൽ റേറ്റാണ്. ഇത് വിദേശത്തൊക്കെ ലക്ഷങ്ങൾ വിലയുള്ള സാധനം കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകി കൊണ്ട് കൊടുക്കാൻ പോവാം. 8 കിലോ വേണം. 8 കിലോ ഉണ്ടല്ലേ.